നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞ് മടങ്ങിയതെങ്ങനെയെന്ന് എല്ലാവരും കണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്ന കാഴ്ച, ആരാധകരുടെ ഇടനെഞ്ച് പിടഞ്ഞ കാഴ്ചയാണത്. അവിടെ നിന്ന് ക്രിസ്ത്യാനോയെ എങ്ങനെ നിങ്ങൾ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു, ക്രിസ്ത്യാനോയുടെ റീബർത്ത് എങ്ങനെ നിങ്ങൾ സാധിച്ചെടുത്തു എന്ന് ചോദിക്കുന്നു ലൂയിസ് കാസ്ട്രോയോട്. പോർച്ചുഗീസ് മാധ്യമം ഓജോഗൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ക്രിസ്ത്യാനോ എങ്ങനെയാ വേൾഡ് കപ്പ് കഴിഞ്ഞ് മടങ്ങിയത്, ഖത്തർ വിട്ടത് എന്നെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഫോളോ ചെയ്തു, ഹൗ ഡിഡ് യു പ്രൊമോട്ട് ഹിസ് റീബർത്ത്, ക്രിസ്ത്യാനോയുടെ പുനർജന്മത്തെ നിങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ലൂയിസ് കാസ്ട്രോ നമുക്കറിയാമല്ലോ, 2022 വേൾഡ് കപ്പിൻ്റെ സമയത്ത് അൽ നസറിൻ്റെ കോച്ചല്ല, ക്രിസ്ത്യാനോ വന്ന അൽ നസറിലില്ല. പിന്നെ ക്രിസ്ത്യാനോ എത്തുമ്പോഴും കാസ്ട്രോ അല്ല കോച്ച്. കാസ്ട്രോ അപ്പോൾ ബ്രസീലിലാണുള്ളത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ലൂയിസ് കാസ്ട്രോ അൽ നസറിൻ്റെ കോച്ചായിട്ട് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു അശ്വമേധമാണ്, എല്ലാം കീഴടക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഏതായാലും അന്നത്തെ സംഭവവികാസങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ലൂയിസ് കാസ്ട്രോ പറയുന്ന മറുപടി, ആ സമയത്ത് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഞാൻ ബ്രസീലിയൻ TV ആയിട്ടുള്ള ഗ്ലോബോക്ക് വേണ്ടി കമൻ്ററി പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് ക്രിസ്ത്യാനോയെ പറ്റി ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബോക്ക് വേണ്ടി എഴുതാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ പറഞ്ഞു, ലോകത്തെ ഏറ്റവും മികച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ആ സമയത്ത് എല്ലാവരും അത് മനസ്സിലാക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ സൂപ്പർ താരങ്ങളാണെന്ന് പറയുമ്പോഴും എല്ലാവരും മനുഷ്യരാണ്, അവർ മെഷീൻസ് അല്ല എന്ന കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ ചാമ്പ്യന്മാരെ ഉറ്റുനോക്കും, ചില ഘട്ടങ്ങളിൽ ആളുകൾ ചാമ്പ്യന്മാരെ ഉറ്റുനോക്കും, പക്ഷേ ആ സമയത്ത് മനുഷ്യരോടുള്ള റെസ്പെക്റ്റ് അവർക്ക് നഷ്ടമാകും. ആ സമയത്ത് അദ്ദേഹം എൻ്റെ ടീമിലെ താരമൊന്നുമല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി, അദ്ദേഹം ലോകത്തെ ബെസ്റ്റാണെന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കോച്ച് ചെയ്യും, അദ്ദേഹത്തെ പരിശീലിപ്പിക്കും, അതിനുള്ള അവസരം എനിക്ക് ലഭിക്കും എന്നൊന്നും അന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അദ്ദേഹമാണ് ബെസ്റ്റ് എന്ന്. ഇതാണ് ലൂയിസ് കാസ്ട്രോയുടെ മറുപടി. ക്രിസ്ത്യാനോ ബെസ്റ്റാ, അപ്പോൾ പിന്നെ റീബർത്ത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ക്രിസ്ത്യാനോയുടെ മികവ് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയും. പിന്നെ ക്രിസ്ത്യാനോ എന്ന് പറയുന്ന താരം സൂപ്പർ താരമായിരിക്കാം, പക്ഷെ മനുഷ്യനാണ്, മെഷീനല്ല. എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള അവസരങ്ങളിൽ അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കളിക്കാൻ ലഭിച്ചിരുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബെഞ്ചിലാണ് പലപ്പോഴും ടെൻ ഹാഗ് അദ്ദേഹത്തെ ഇരുത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് അധികം പ്ലെയിങ് ടൈം ലഭിക്കാതെ വേൾഡ് കപ്പിനെത്തി. അപ്പം ചില ഘട്ടങ്ങളിൽ നമ്മൾ ചാമ്പ്യൻസിനെ നോക്കും, പക്ഷെ മനുഷ്യരെ നമ്മൾ നോക്കാറില്ല. അവിടെ നമ്മൾ മനുഷ്യരാണെന്ന് തിരിച്ചറിയുക, അതാണ് വേണ്ടതെന്ന് ലൂയിസ് കാസ്ട്രോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.